മുസ്ലിം സമൂഹം വളരെയധികം പ്രയാസത്തിലും പ്രശ്നത്തിലും കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഒരു വിഭാഗം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യങ്ങൾ അതെല്ലാം ബുദ്ധൻവാദമാണെന്നും വിദഅത്താണെന്നും പറഞ്ഞ് പാവപ്പെട്ട സുന്നികളെ മുശ്രിക്കാക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സത്യസന്ധതയെ കാറ്റിൽ ഓടിക്കെടുത്താൻ വെമ്പൽ കൊള്ളുകയും ചെയ്തപ്പോഴാണ് ഒരു മറ്റം ഈ കേരളത്തിൽ അന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാർ കോഴിക്കോട് വെച്ച് ഒരുമിച്ച് കൂടുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, 1926 ജൂൺ 26 അത് സംഭവിച്ചത്. നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതൊക്കെ അന്നത്തെ ആ മഹിതമായ പ്രസ്ഥാനത്തിന്റെയും അവരുടെ ഇഖ്ലാസിന്റെയും നിയ്യത്തിന്റെയും പരിണിത ഫലം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യയിൽ കേരളം മാത്രമല്ല കണ്ടിട്ടുള്ളത്. നമ്മൾ ആസാമും വെസ്റ്റ് ബംഗാളും യുപിയും ബീഹാറും തുടങ്ങിയ ഒട്ടനവധി സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തവരാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, അവിടെയൊന്നും ഒരാൾക്കും സങ്കല്പിക്കാനോ ഒരാൾക്കും ത്യജിക്കാനോ എടുത്തു പറയാനോ കഴിയാത്ത സംഭാവനയും ഈ സമുന്നതിയും ഉമ്മത്തിന്റെ നവോത്ഥാന പാതക്കും കാരണമായത് ഇവിടെ നമ്മുടെ ഈ അജയ്യമായ പ്രസ്ഥാനത്തിന്റെ കാതൽ വേരുകളാണ് എന്ന് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് ഒരു നേതൃത്വം അത് അജയ്യമാണെന്ന് അംഗീകരിക്കുക? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിയുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് അത് നല്ല നിലയിലാണ്, നേരായ പാതയിലാണ് എന്ന് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക, ഞങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇസ്തിഖാമത്തിന്റെ വഴിയിലാണ്, നേരായ പാതയിലാണ്, ഋജുവായ പാതയിലാണ്, അല്ലാഹുവും അവന്റെ റസൂലും കൽപ്പിച്ച പാതയിലാണോ അതിന് നേതൃത്വം കൊടുക്കുന്നവർ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. ആ സംഘം വിജയത്തിന്റെ പാതയിലായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹിതമായ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ, സജ്ജിതന്മാർ, മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ ഒരു കാലഘട്ടത്തിന്റെ സമാനായിരുന്നു മഹാൻ. പണ്ഡിതന്മാർ പറയാറുണ്ട്, മഹാനായ മദ്ഹബിന്റെ ഇമാമുമാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഒരു മദ്ഹബിന്റെ ഇമാമായി മാറാൻ മാത്രം വൈജ്ഞാനിക ദീക്ഷണ പാഠമുള്ള ആളായിരുന്നു മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെയായിരുന്നു അവിടുത്തെ അവസാനവും അങ്ങനെയായിരുന്നു. ആമിന ഹോസ്പിറ്റലിൽ അവസാന സമയം സുബഹി പങ്കെടുക്കുന്ന സമയത്ത് തസ്ബീഹമാല കയ്യിലേറ്റിക്കൊണ്ട് പള്ളിയിലെ മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുമ്പോഴാണ് കയ്യിലെ തസ്ബീഹമാല മഹാനായ ശംസുൽ ഉലമയുടെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. ഇതൊക്കെ കാലം ഇന്നലകളിൽ കണ്ട യാഥാർത്ഥ്യമാണ്. പിന്നീട് വന്ന കണ്ണീർ ഉസ്താദ് ഒരു കറാമത്ത് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് ആ കാലഘട്ടത്തിൽ എല്ലാവരും സുസമ്മതനായി സമ്മതിച്ച മഹാനായിരുന്നു മഹാനായ കണ്ണീർ ഉസ്താദ്. അതൊന്നും ആർക്കും കാണാൻ കഴിയാത്ത കാര്യമാണ്. മഹാനായ കണ്ണീർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ഒരിക്കൽ ഒരു വലിയ മുതലാളി
ഒരു വലിയ സമ്പത്ത് കൊണ്ടുവന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അരികിലേക്ക് കടന്നു വന്നിട്ട് ആ നോട്ട് കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ദുആ ചെയ്യണം, താങ്കൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ കണക്കെട്ടെടുത്ത് എങ്ങനെ നോക്കി തുമ്പത്ത് മണത്തിട്ട് പറഞ്ഞു, ഇതിൽ പലിശയുടെ അംശമുണ്ട്, അതുകൊണ്ട് ഇത് കണ്ണിയത്തിന് ബാധകമല്ല, എടുത്തുകൊണ്ട് പോയിക്കോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ഇന്നും സാക്ഷികളാണ്. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ അടിയുറപ്പിച്ച് നിർത്തുവാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, അസ്ഹാബുൽ കിറാമിലൂടെ, താബിഈങ്ങളിലൂടെ, പിന്നീട് അത് സലഫു സ്വാലിഹീങ്ങളിലൂടെ, ഇന്ന് നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരിലൂടെ എത്തി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വലിയ ശൃംഖലയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരായ അവരും ചില്ലറക്കാരല്ല എന്നതിനെ സമർപ്പിക്കാനാണ് ഞാൻ ഇന്നലകളുടെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ ആർക്ക് വാദിക്കാൻ കഴിയും, ആർക്ക് തിരസ്കരിക്കാൻ കഴിയും ഈ യാഥാർത്ഥ്യങ്ങളെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ. അതേ ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം ചിലരുടെ മുഖം പ്രകാശപൂരിതമാകും, എന്നാൽ ചിലരുടെ മുഖങ്ങളാകട്ടെ വതസ്വദ്ദു വുജൂഹുൻ, കറുത്തിരുണ്ട് പോകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അതിന്റെ തഫ്സീറിൽ, അതിന്റെ വിശദമായ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ആ യൗമ തബിയദ്ദു വുജൂഹുൻ, ആ ഖിയാമത്ത് നാളിൽ ആരുടെ മുഖമാണ് പ്രകാശിക്കുക എന്നറിയുമോ? ഫഅഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹുവും അവന്റെ റസൂലും കാണിച്ചു തന്ന സൽമാൻ ദാവിനെ ആരാണോ മുറുകെ പിടിച്ചത്, അവരുടെ ആ സച്ചരിതമായ പാത സുന്നത്ത് ജമാഅ, അവരുടെ മുഖമാണ് അന്ന് പ്രകാശിക്കുക. ആരുടെ മുഖമാണ് അന്ന് കറുത്തികൊണ്ട് പോവുക? അന്ന് എന്ന് പറയുമ്പോ ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ, അത് അത് ബിദ്അത്തുകാരുടെയും വലാലത്തുകാരുടെയുമായിരിക്കുമെന്ന് തഫ്സീറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഒരു സച്ചരിതമായ പാതയിൽ ഒരുമിച്ച് ഓടുക എന്നതിന്റെ നീയത്തോടു കൂടെയാണ് 1926 ജൂൺ 26 അന്നത്തെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം കൊടുക്കുന്നത്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലമാണല്ലോ ഇന്തോനേഷ്യ. നിങ്ങൾക്കറിയാമല്ലോ ഇന്തോനേഷ്യ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിതാക്കളായി പഠിക്കുന്നുണ്ട്. ലോകത്ത് ഒരു രാജ്യത്തെന്ന് മാത്രമല്ല, ഒരു ഭാഗത്തും കാണാൻ സാധിക്കില്ല ഒരു സംഘടനയുടെ റിക്രൂട്ട്മെന്റ് പ്രകാരം പ്രവർത്തിക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ ഏജൻസി. 1 ലക്ഷത്തിലധികം അധ്യാപകന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, 11,000-ലധികം മദ്രസകൾ റൺ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പദ്ധതിയായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് കേരളത്തിൽ അഭിമാനമായി രാവിലെ ഒരു ഫാത്തിമ കൊണ്ട് തുടങ്ങി അവസാനം 3 സ്വലാത്തോടുകൂടി പിരിച്ചുവിടുന്ന മദ്രസ സമ്പ്രദായം. ഞാൻ പറഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന ഇന്തോനേഷ്യയിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അസ്ഹാബുൽ കിറാമികളുടെ അവരുടെ ജസദ് പാദം പതിഞ്ഞ സൗദി അറേബ്യയിലോ കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഈ സമുന്നതമായ നേതൃത്വത്തിന്റെ പിന്തുണയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെതിരെ പ്രധാനമായി ചൊല്ലാൻ പിടിച്ചത് ഉലമാ-ബന്ധമാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെ ഉമ്മറാക്കളായ സാധാരണക്കാരുടെ സമ്പത്ത് കൊണ്ട്, പാവപ്പെട്ട ആലിമീങ്ങളുടെ പ്രയത്നം കൊണ്ടും രണ്ടും കൂടി സമഞ്ജസം സമ്മേളിച്ചപ്പോഴാണ്
ഇത്രത്തോളം മഹത്തായ സംവിധാനങ്ങൾ കടന്നു വന്നത്. മഹാനായ സയ്യിദ് ഖായിദുൽ ഖൗം സയ്യിദുൽ മുഹമ്മദ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ മഹാൻ ഒരു ഭാഗത്ത് സമുദായത്തിന് വേണ്ടി നേതൃത്വത്തിന്റെ നിലയിൽ ജോലിയെടുക്കുമ്പോഴും പ്രയത്നിക്കുമ്പോഴും സേവകനാകുമ്പോഴും അതേ സമയം തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ആഹോരാസവും പണിയെടുത്ത മഹാമനീഷിയായിരുന്നു. വെള്ളിയാഴ്ച ദിവസമാകുമ്പോ മഹാനായ സയ്യിദ് ഖായിദുൽ ഖൗം സയ്യിദുൽ ഖാഫി തങ്ങൾ തന്റെ തലപ്പാവുമായി കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ ജില്ലയിലുള്ള പള്ളികളിൽ പിരിവിന് വേണ്ടി തന്റെ തലപ്പാവുമായി കടന്നു പോകുമായിരുന്നു. എന്നിട്ട് ജുമാ കഴിയുമ്പോ നമുക്ക് ഈ നാട്ടിലൊരു മദ്രസ പണിയണം, നമ്മുടെ മക്കൾ സുന്നത്ത് ജമാഅത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞ് തന്റെ തലപ്പാവ് അഴിച്ചു വെച്ച് ആ തലപ്പാവിൽ പൊഴിഞ്ഞു വീഴുന്ന നാണയത്തുട്ടുകൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഈ 11,000-ലധികം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ഓരോ നാടിന്റെയും വിജ്ഞാന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്ക് തുടക്കം കുറിക്കുന്നതും ഇങ്ങനെ പരമ്പരകളുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നീട് വന്ന ജാമിഅ നൂരിയ അറബിയ ഒരു കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന് പുറത്ത് വെല്ലൂർ പാട്ടിയാത്തിലേക്കും അതുപോലെ ദൈവബന്ധി എന്ന് പറയുന്ന ദേശത്തേക്ക് പോയി ഉപരിപഠനം പഠിക്കാൻ വേണ്ടി പോയിരുന്ന പാവപ്പെട്ട മോത്തറലികൾ. ആ സമയത്താണ് തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടൊരു അറബി കോളേജ് തുടങ്ങിക്കൂടാ, കുട്ടികൾക്ക് ബിരുദം കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാഭ്യാസ ശൃംഖല തുടങ്ങിക്കൂടാ. അങ്ങനെയാണ് മഹാനായ കറാച്ചി ബാപ്പു ഹാജി എന്ന് പറയുന്ന ഉമറാനിന്റെ നിയത്തോടുകൂടി തങ്ങളുടെ നിശാന്തമായ പ്രവർത്തനത്തോടെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ രൂപം കൊള്ളുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ജാമിഅയിൽ നിന്നിറങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. അത് അവിടുത്തെ പരിശുദ്ധിയാണ്, ജാമിഅയുടെ ബർക്കത്താണ്. അത് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഏത് മഹലിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ ഒരു ഫൈലിയായ പണ്ഡിതനെ കാണാം. ജാമിഅയിൽ നിന്നിറങ്ങിയ ഉസ്താദുമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുന്ന ഈ മഹത്തായ ദീനി സൗന്ദര്യം, അത് നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും ഓടിയിരുന്ന് അവർ ചേർന്നെടുത്ത മഹാനായ പാണക്കാട് തങ്ങന്മാരും PMSA തങ്ങളും നമുക്കറിയാം. ഈ കാലഘട്ടം കഴിഞ്ഞിട്ടും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയുടെ കമാടത്തിന്റെ മുന്നിൽ ഇന്നും PMSA തങ്ങൾ നഗരി എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാണക്കാട് കുടുംബവും സാദാത്തുക്കളും ഉമറാക്കളും ഉലമാക്കളും ഒന്നിച്ചു നിന്ന് പടിയുയർത്തിയ ഈ സൗന്ദര്യമാണ് നമ്മുടെ ഇന്ന് കാണുന്ന കേരളത്തിന്റെ മഹത്തായ സൗന്ദര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് നിന്ന് പോകണം, ഇതൊരിക്കലും അസ്തമിക്കാൻ പാടില്ല. ഒരു ഭാഗം ക്ഷീണിച്ചാൽ അത് ഇതിന്റെ പിതാമത്തുമാരും ആധുനിക കാലത്ത് വളർന്നു വരുന്ന യുക്തിവാദികളും നവനാസ്തികന്മാരും മുതലെടുക്കുമെന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഈ മഹത്തായ ദിവസത്തിൽ ഇന്നതിന്റെ ഒരു സ്ഥാപക ദിനത്തിന്റെ ഒരു ജന്മം കൊള്ളുന്നതിന്റെ ആവേശത്തിലാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് മഹാന്മാർ കടന്നുപോയ പാഠം. മഹാനായ കണ്ണീർ ഉസ്താദ് ശംസുൽ ഉലമയും ചാപ്പലങ്ങാടി ബാപ്പു ഉസ്താദ് ചാപ്പലങ്ങാടി ബാപ്പു മുസ്ലിയാരെ കുറിച്ചൊക്കെ ചരിത്രം പറയുന്നത്, ഏതെങ്കിലും സദസ്സിൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തില്ലാത്ത സദസ്സ് ഉണ്ടാകാറില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാർ തെളിച്ച പാത സംശുദ്ധമാണ്. അവർ നേതൃത്വം കൊടുത്ത നില അതിലേറെ ഈ ഒരു ഉമ്മത്തിന് കാണാൻ കഴിയില്ല. ശംസുൽ ഉലമ വഫാത്തായതിനു ശേഷം ശംസുൽ ഉലമയെ പോലെ മഹാൻ ലോകം പിന്നീട് കേരളം പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ കണ്ണീർ ഉസ്താദ് തന്നെ വിട പറഞ്ഞു. എത്ര കാലങ്ങൾ കഴിഞ്ഞു, ആധുനിക സംവിധാനങ്ങൾ എത്രയോ പ്രശോഭിതമായി, പക്ഷേ പിന്നീട് ഒരു കണ്ണീർ ഉസ്താദിനെ കേരളം ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ഈ മഹത്തായ സംവിധാനത്തെ മനസ്സിലാക്കി. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ പുരോഗതിയും അതുപോലെ മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളാകുന്ന മഹല്ലുകളെല്ലാം സുന്നി മഹല്ല് ഫെഡറേഷനാണ്.
അതുപോലെ മദ്രസകളൊക്കെ സമസ്തകൾ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. ഏത് രംഗത്തും നമ്മുടെ അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത് അത് സമസ്തയാണ്. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന്റെ ഏറ്റവും വലിയ ആധാരശില എന്ന് പറയുന്നത് ഈ കാണുന്ന ഉലമാഉമാർ ബന്ധമാണ്. പാണക്കാട് കുടുംബവും അതുപോലെ സാദാത്തുക്കളും ഉലമാക്കളും തോളോട് തോൾ ചേരുന്നതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതെങ്ങാനും അസ്തമിച്ചാൽ പിന്നീട് ഇവിടെ മുതലെടുക്കുന്നത് നവീനവാദമായിരിക്കും. സുന്നികളെ മുശ്രിക്കാക്കുക, അതുപോലെ യുക്തിവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, മതനിരാസമാണ് ഏറ്റവും വലിയ ചിന്ത എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ബോധനം കൊടുത്തുള്ള സംഘടനയുടെ വളർച്ചയായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് സമസ്ത ഇവിടെ ഉണ്ടാക്കിയത്? പരമ്പരാഗതമായി കടന്നു വന്ന നബി തങ്ങൾ വഴി കടന്നു വന്ന ആ ആത്മീയ ചൈതന്യങ്ങളെ അത് ഇന്നും 100 വർഷങ്ങൾക്ക് ഇപ്പുറവും അതുപോലെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഈ പണ്ഡിതന്മാരോടൊപ്പം അല്ലാഹു